ഹലോ ആമോ ഹലോ ഹലോ മേരി എടി മേരി എടി നീ ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടരുത്. എന്നാ ഞങ്ങള് കാര്യം പറ. നമ്മള് സാം മരിച്ചത് ഫോൺ വന്നു. സാമ നമ്മുടെ സാമൂല്. അയ്യോ നിങ്ങൾ കള്ളു കുടിച്ചു വന്ന് ചുമ്മാ പിച്ചും വയും പറയരുത് കേട്ടോ. അവൻ വരുന്നുണ്ടെന്നാണല്ലോ ഇന്ന് രാവിലെയും കൂടെ അന്നെ എന്നോട് പറഞ്ഞത്. അല്ല, സത്യമായിട്ടും ഇപ്പൊ ഫോൺ വന്നു. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ പറഞ്ഞു സാമൂല് മരിച്ചു പോയത്. അയ്യോ സത്യമായിട്ടോ? എന്റെ കർത്താവേ. കരയില്ല അമ്മച്ചി. എന്റെ അമ്മച്ചി നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേക്കല്ലേ. ആ ചാച്ചാ ഒന്ന് പറയല്ലേ. നമ്മുടെ കോശിച്ചായന്റെ അടുത്തേക്കാണ് ആദ്യമായിട്ട് ഈ ഫോൺ കോൾ വരണത്. അതും ഹിന്ദിയില്. അതിർത്തി വെച്ച് വെടിയേറ്റ് മരിച്ചെന്നാ കേട്ടത്. ആണോ? നിസാര കാര്യമുള്ളന്നേ. അതിർത്തി തർക്കം അത് പറഞ്ഞു തീർക്കാവുന്ന കേസല്ലേ ഉള്ളൂ. അത് എത്തിച്ചേർന്നത് വെടിയില്ല. അത് കഷ്ടമായി പോട്ടോ. അല്ല, ഈ ബോഡി എപ്പോഴാ കൊണ്ടുവരുന്നത്? അത് പെട്ടെന്ന് കിട്ടുന്നേ. സ്പെഷ്യൽ വിമാനമൊക്കെ ഉള്ളതല്ലേ. അതിനിപ്പോ വിമാനം ഇപ്പൊ എവിടെ ഇറക്കാനാന്നേ? നമ്മുടെ ഉതുപ്പാഞ്ചേട്ട കട്ടത്തിൽ ഇറക്കാലോ മാഷേ. അതെങ്ങനെ ശരിയോ? അവിടെ കപ്പ ഇട്ടേക്കുമല്ലേ. കപ്പയൊക്കെ നമുക്ക് പറക്കണവേ. കപ്പയാണോ വലിയ വിഷയം? അല്ല മാഷേ? ആ ചുമ്മാ കപ്പ വലിയ കപ്പ വിഷയം തന്നെയാ. കണ്ടട്ടെ, ഒരു മരണ വീടിന്റെ ഓളൊന്നുമില്ല അല്ലേ? അത് ശരിയല്ലേ. പടതമുണ്ടുണ്ട്. അവിടെ വെച്ചോ. കെട്ടണ്ടേ? ഞാൻ പറയാം. പോയി മാക്സിമം ഓടിയിടുന്ന ഓട്ടിട്ടിരുന്നോ. ഒന്നിനൊരു കുറവ് വരുത്തരുത്. അതില് പിന്നൊരു കാര്യം, ഇതൊരു മരണ വീടാണെന്ന് ഓർമ്മ. നമ്മളായി യാതൊരു കുറവും വരുത്താൻ പാടില്ല. പിന്നെ പാർട്ടിക്ക് വേണ്ടി നീ ഒരു ദൗത്യം ഏറ്റെടുക്കും. എപ്പോ ഏറ്റെടുത്തു ചോദിച്ചാൽ മതി. എന്താ ദൗത്യം? സാധനം പോയി എടുത്തിട്ട് അതെ, പാർട്ടി പോലെ സന്ദർഭോചിതമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് നമ്മുടെ ഈ വഴക്കനാ. ഒരാളെ പോയി പത്ര റിപ്പോർട്ടർ ഞാൻ വിളിച്ചിരുന്നു. പത്രം പ്രിന്റിങ് കഴിഞ്ഞാ പറഞ്ഞേ. അതല്ല വിശദമായിട്ട് നാളെ കൊടുക്കാം. അല്ല, ഈ പ്രതീക്ഷ ഒന്നും വന്നില്ലേ? നേരത്തെ കാലത്തൊന്നും അവർ വരൂല്ലല്ലോ. അതെ, നമുക്ക് അന്നയുടെ വീട്ടിലൊന്ന് അറിയിക്കണ്ടേ? വേണം വേണം. ആശാന്താ, ഇല്ല ലേറ്റ് ആവത്തില്ല. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ശരി. പെട്ടെന്ന് വിട്ടേരെ. ചേട്ടാ, സിനിമ സ്റ്റോപ്പ് ചെയ്യണോ? വേണ്ട. ഇനി സിനിമ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അത് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാം കൂടി വന്ന് സിനിമ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞ് കേബിളെല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കാം. നീ ഇതേ ഈ ഫോട്ടോ സൈഡിൽ ടിക്കറായിട്ട് വെച്ചിട്ടേ അതിൽ ആദരാഞ്ജലികൾ എഴുതിയാൽ മതി. എന്നിട്ട് ന്യൂസ് ആണെങ്കിൽ സ്ക്രോളിംഗ് ആയിട്ട് പോട്ടെ. ചേട്ടാ, നല്ല മഴയുണ്ടായിരുന്നല്ലേ? രാത്രി കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഈ ആഴ്ച കുറച്ച് ദിവസം മഴ കിട്ടി. അതുകൊണ്ട് കിണറ്റിലൊക്കെ വെള്ളമായി. റോഡിന്റെ അവസ്ഥ ദയനീയമാണല്ലോ ചേട്ടാ. നാട്ടുകാർ കൊള്ളൂലാഞ്ഞിട്ടാ റോഡ് പണിതിട്ടേ 4 മാസമായതേ ഉള്ളൂ. ഇവന്മാരൊക്കെ ചെയ്യേണ്ട എന്താണെന്നറിയോ? പോട്ടെ, ക്ഷമിക്ക് ചേട്ടായി. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് മോശാ സാറേ, വണ്ടി പോവില്ല. അപ്പൊ ഞാനിവിടുന്ന് ഇറങ്ങി നടക്കണോ അല്ലേ? വേറെ നിവൃത്തിയില്ല. കുഴപ്പമില്ല ചേട്ടായി. ഇരിക്കട്ടെ. ശരി സാർ. ശരി എന്നാൽ. ശാന്തനെ ഉണ്ട്. നേരത്തെ വന്നു. ഉണക്ക് ഫോണൊന്ന് വെച്ച്. മരിച്ചതേ ചെറുതോണി പഞ്ചായത്തിലെ ധീരജവാന. അവൻ നമ്മുടെ പാർട്ടി അനുഭാവിയാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പബ്ലിസിറ്റിക്ക് കുറച്ച് പൊടിപ്പും തെങ്ങലൊക്കെ ചേർക്കണം കേട്ടോ. അതായത് ധീരജവാന് UDP കണ്ണീരിൽ കുതിർന്ന എന്നോട് പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ പരേതന് എത്ര വയസ്സുണ്ട്? ദുഃഖം നന്നായിക്കോട്ടെ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നേരത്തെ വന്ന്.
പിന്നെ ഇവന്മാരുടെ കുറവാണ് ഇപ്പൊ ഇവിടെ. ഈ സെന്റിമെന്റ്സ് നമുക്ക് വോട്ടാക്കണം. ഈ ഡ്രസ് ഇട്ടോണ്ടാണ് കിടന്നുറങ്ങണേ. എപ്പോ വേണേലും വോട്ട് പിടിക്കാമല്ലോ. ആ കോശേ, ജോയി ചേട്ടനെ കൂടെ ഡിസൈൻ ചെയ്യിപ്പിച്ചു. പ്രിന്റ് അടിക്കാൻ വേണ്ടി മനോനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു. നാളെ രാവിലെ പഞ്ചായത്തിലെ മുക്കിലും മൂലയിലും വരെ ഫ്ലെക്സ് ഉണ്ടാവും. വാർത്തകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. എടാ, പത്രത്തിലെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. റെഡിയാക്കണ്ട. പിന്നെ വീട്ടുകാരെ കാര്യങ്ങളൊക്കെ അറിയിച്ചു? ഇല്ല. അതെന്നാ പണി കാണിച്ച്? മരിച്ചവരെ സ്വന്തം വീട്ടുകാരല്ലേ ആദ്യം അറിയിക്കണ്ടേ? അവരല്ലയോ ആദ്യം അറിയണ്ടേ? അതെ, അപ്രതീക്ഷിത മരണങ്ങളൊന്നും അങ്ങനെ ഇടപെടിയെന്ന് പറയാൻ പറ്റും. ഒരു വിധത്തിൽ മയത്തിലേ പറയാൻ പറ്റും. ആയിക്കോട്ടെ, പക്ഷെ ഇനി ലേറ്റ് ആക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനം. തീരുമാനം ഞങ്ങളെ തീരുമാനം. ഞങ്ങളോ? ഞങ്ങള് ഞങ്ങളെ തീരുമാനം. ഇതൊരു മരണ വീടാ. ബോധത്തോടെ വർത്താനം പറയണം കഴുതകളെ. എന്നാലും അവൻ്റെ കാര്യം ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ. ഓർക്കായിരുന്നാ പോരാട്ടാ അല്ലേ? ആ, വെള്ളം ഒഴിച്ചായിരുന്നോടാ? കട്ടൻ ചായ അത്. ഓ, സാധനം മേടിക്കാൻ ജമാല് പോയിട്ടുള്ളോട്ടോ. ഇതിപ്പെങ്ങാനും ഊരമേട്ടാ. ഇതേ വെണ്ണയല്ല കടയായി. നന്നായില്ലെങ്കിൽ എന്റെ പേരാ പോണേ. പേര് കളയണ്ട. എന്നാന്നേ നിന്നോട് ബാറ്ററി ഇടാൻ പറഞ്ഞില്ലല്ലോ. മരണവീടല്ലേ, ഇച്ചിരി സ്ട്രോങ് ആട്ടേന്ന്. ആണോ? അടിപൊളി. മരണവീട് കലക്കും. കരണവാണ്ട് നായിക്ക് സൂക്ഷിച്ച് ഓരോ തുള്ളിയുടെ വില അറിയാലോ. അച്ചായ നിക്കണോടാ. വാടിയ ചെയ്യുമ്പോൾ പോലെ പോയി അല്ലേ? പാവം. ഒന്ന് കൊടുത്തു നോക്കട്ടെ. ചായ ചായ. ഈ ചായ നിങ്ങനെ തളർന്നു നിൽക്കല്ലേ ചായ? ഒരു മരണവീടല്ലേ, ഒന്ന് ചാടി ചാടി നിൽക്ക ചായ. മഞ്ചലുമായി ഒന്നു നിൽക്കുമ്പോൾ മരണം അമ്മച്ചി എന്നാ ഉച്ചേ, എന്നെല്ലാരും കൂടി ഇവിടെ നിന്ന് ചായ കുടിക്കുന്നേ? അത് നീ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടി കാത്തിരുന്ന് വൈകിയപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ചതാ. നിന്റെ അപ്പനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. രണ്ടെണ്ണം അടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ഞാൻ വ്യക്തമായി കേട്ടതാ. വ്യക്തമായി കേട്ട് സാമൂഹ്യ വർഗയാ എന്ന് ഫോൺ ഒന്നാണ് ഈ കോശ എല്ലായിടത്തും പറഞ്ഞത്. എന്നാലും നിങ്ങൾ ഇങ്ങനെ പറയാവോ കോശായ? അതും വെടിയുണ്ടകളുടെ നടുവിൽ നിന്ന് രാജ്യസേവനം നടത്തുന്ന പട്ടാളക്കാരനെ കുറിച്ച്. അതെ, നീ കൂടുതലും മുളകരക്കാൻ നിൽക്കണ്ട. എന്റെ നെഞ്ചത്തിടുവാ. നീങ്ങുവാ. പറ്റിപ്പോയടാ. എന്തായാലും മരിച്ചുപോയെന്ന് പറഞ്ഞ ഒരാൾ തിരിച്ചു വന്നു. എനിക്കത് മതി, സന്തോഷമായി. ചെല്ലേ. ഒരു ബോധമില്ലാത്തമാരാ. അവന്റെ തോക്കില്ലാത്ത ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വന്നല്ലേ? അതാരൊക്കെയാ ചായ? അത് എന്നെ പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്നാക്കാൻ വന്നവരാ. നീ വാ. കം കം. ട്രഡീഷണൽ മസാജിംഗ് സെന്റർ. എല്ലാം ഉണ്ട്. ഇന്റർനാഷണൽ കളരിയാച്ചാണ്. ഗോ. കുമ്പിടി എണ്ണ ചൂടായോ? ചൂടാണ് ആശാനെ. ആശാനെന്ന് പൊളിക്കും. എന്തോന്ന്?
ഒഴിയണ്ടേ? തലയിരിക്കുമ്പോ വാലുഴിയണ്ട. നീ പുറത്ത്, ഞാൻ ഒഴിഞ്ഞോളാം. ഓ ആശാനെ, ഈശ്വര, ഞാൻ ഇതെവിടുന്ന് തുടങ്ങും? Is it traditional massage? യെസ്, വെരി വെരി ട്രഡീഷണൽ. അമ്മേ, ആശാനെ. Stupid pervert! ചെറുതോണി ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടും. മന്ത്രി ഐപ്പ് കല്ലറയ്ക്ക് ഒരു വികസനം വരുമല്ലോ. കോൾ അടിച്ചല്ലോ. ഇനി ഒഴിച്ചിലും പിടിച്ചിലൊക്കെ ഇഷ്ടം പോലെയല്ലേ? ഓ, ഇപ്പൊ കിട്ടുന്നത് തന്നെ മതി. എന്ത് പറ്റി വൈദ്യരെ? ഒരെണ്ണമിഴ കൊണ്ട് പറ്റിയതാ. തങ്കപ്പേട്ട, ഒരു ചൂട് ചായ. എടാ, ചൂട് ചായ എടുത്തേ. അല്ലെങ്കിൽ എല്ലാതും പുറത്താണ്. ഒരു തെണ്ടിയില്ലേ? ആ എന്റെ ഈശോയെ, ഇതാരായി വന്നേക്കുന്നെ? How are you, my dear sister? എടാ സെബാനെ, നീ എപ്പോ വന്നടാ? ദേ വരുന്ന വഴിയാണ് നേരം കിടാ പോന്നെ. കോശാനകത്തുണ്ട്, ഉറങ്ങുവാ. നീ കേറി ഇരിക്കും, ഞാൻ വിളിക്കാം. ഓ, എന്നാത്തിനാ ഇത് എന്നതാടാ ഇതൊക്കെ? ഇതൊക്കെ അങ്ങേരി കൊടുത്തു. എടാ, അങ്ങേരുണ്ടല്ലോ, നിന്റെ കാര്യം പറയാത്ത ദിവസമില്ല. ഓ, അതല്ലല്ലോ. എല്ലാ ദിവസവും പറയും. ഒരാള് ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഓ, ദിവസവും. എനിക്ക് മേല. ചേച്ചി അതുകൊണ്ട് നീ കേറി ഇരിക്കും. ആ ശരി. അതെ, ബാക്കി സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് പോക്കൂ. അപ്പൊ അടുത്ത പ്രാർത്ഥനയൊക്കെ കാണാം. പ്രൈസ് ദി ലോർഡ്. ആയിക്കോട്ടെ. കേറിക്കോ, ഓടിക്കോ, വെള്ളം വന്നോണ്ടിരിക്കുക. ഒന്ന് എഴുന്നേറ്റേ. ഓടിക്കറ്. ഇതെന്നാ വിഷയം ഇത്? അതെ, ഒന്ന് എഴുന്നേറ്റേ. ഇതെന്നാ പറ്റിയേ? എന്നതാ? ഞാനൊരു സ്വപ്നം കണ്ടു. എന്നാ സ്വപ്നം? നമ്മൾ രണ്ടാളും കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നിട്ട് അപ്പൊ ആ ഡാം തുറന്നു വിട്ടു. ഞാൻ നോക്കുമ്പോ, ശബ്ദം കേട്ട് നോക്കുമ്പോ റോഡിൽ കൂടി വെള്ളം അലച്ച് നമ്മുടെ വീട്ടിലേക്ക് വരിക. ഓ, പേടിച്ചുപോയി. മനുഷ്യ, ദേ സെബാസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എന്റെ അനിയൻ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് വാ. വാ. ഈശോയെ, ഡാം പൊട്ടിയാൽ മതിയായിരുന്നു. എന്നെ ഒരു പിരിയ. ഹായ് പ്രിയ. എപ്പത്തി? ജസ്റ്റ് ഒരു 5 minutes ആയി. എവിടെയായിരുന്നു ഇതുവരെ? ഒരു വേൾഡ് ടൂറിലായിരുന്നു. ആത്മീയ ചാനൽ എന്നെ കാണാറില്ലേ? ഇവിടെ കസ്തൂരിമാനും സീത കല്യാണമൊക്കെ കഴിയുമ്പോ ഉറക്കാം. പിന്നെ ഈ അച്ഛന്മാരുടെ പരിപാടിയൊക്കെ ആര് കാണാനാ? അച്ഛന്മാരങ്ങനെ ബലോർച്ച കണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ഈ വാലന്റൈൻസ് ഡേ വരെ ഉണ്ടാക്കിയ ഒരു അച്ഛനാ. അറിയോ? പ്രിയക്കറിയോ? സത്യത്തിൽ ഈ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഞാൻ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നത് പ്രിയെ കാണാൻ വേണ്ടി മാത്രമാണ്. ചേട്ടൻ ലീനു വന്നിട്ടുണ്ട്. തന്റെ ചേട്ടൻ പോലീസാണോ പട്ടാളാണോ കള്ളനാണോ നോക്കിയിട്ടല്ലേ ഞാൻ തന്നെ പ്രേമിക്കാൻ തുടങ്ങിയത്. ഐ ലവ് യു. എന്താ? ഐ ലവ് യു. പോലെ പട്ടാളം. പറമ്പിലൊക്കെ നല്ല വിളവുണ്ടല്ലോ ചായ. സെബാളിയൻ വന്ന ഉടനെ കൃഷി തുടങ്ങിയല്ലേ? അതെ, അവളുടെ ചേട്ടനൊരു പട്ടാളക്കാരനാ. ചേച്ചി ചെരുപ്പടിച്ചിട്ട് പോടാ. അന്നാമേ, എടി അന്നാമേ. എന്നാ ചായ? അവളെന്തിയടി? പ്രിയയോ? ആ, അവളകത്തുണ്ട്. എന്നാ കാര്യം? അവളോട് പറഞ്ഞേക്ക് ഇനി മേലാൽ അങ്ങനെ കുട്ടിച്ചാത്തനായിട്ട് വർത്താനം പറഞ്ഞേക്കുന്ന ഞാൻ കണ്ടാ അടിച്ചവളുടെ കാരണം പിടിക്കുന്നു കേട്ടോ. ഏത് കുട്ടിച്ചാത്തൻ? ആ സെബാൻ, മേരി ചേച്ചിയുടെ ആങ്ങളാ. ഇതിപ്പോ എവിടെ നിന്ന് അവതരിച്ചു? ആ, എനിക്കറിയോ. മനസ്സമാധാനം പോയി. അല്ല, അങ്ങള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാരും ഫ്രീ ആയിട്ട് തന്നാണോ? ഇതൊക്കെ എന്ത്?
ലോസ് ആഞ്ചലസ് സ്പീച്ച് കിട്ടിയ സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കണേ. എനിക്ക് പുതിയ ഫ്ലൈറ്റ് തന്നെ വിളിക്കണമെന്നേ. ഈ കാലിഫോർണിയയിൽ വെച്ച് കോട്ടയത്താരൻ അച്ഛൻ എനിക്കൊരു BMW എന്നെ ഗിഫ്റ്റ് ആയിട്ട് തന്നാ. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വരുന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ, എന്തോ ടാക്സിന്റെ പ്രശ്നം വേണ്ടെന്ന് വെച്ച്. ശരിക്കും അച്ഛൻ ഈ ലോക്കൽ മരപ്പണിയൊക്കെ വിട്ടിട്ട് കാശ് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ കൂടെ വാ. ചുമ്മാ ഇവിടെ കള്ളും കുടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഞാനേ നന്നായി കഷ്ടപ്പെടുന്നുണ്ടാ നിന്റെ പെങ്ങള്, അല്ലല്ലാതെ ഇവിടെ കഴിയുന്നത്. വെറുതെ വായിട്ടലച്ച ആളുകളെ പറ്റിക്കുന്നതിനേക്കാളും അന്തസ്സുണ്ട് എല്ല് മുറിയെ പണിയെടുത്ത് തിന്നുന്നതിന്. നമ്മൾ ഈ ചെറുപ്പക്കാർ സിമ്പിളായിട്ട് പൈസ ഉണ്ടെങ്കിൽ പ്രായമുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. ബ്ലഡി ഓൾഡ് മാൻ ഇങ്ങനെ സഹിക്കണേന്ന് പടയാണെങ്കിൽ തല്ലി കൊല്ലാ നീളം. എന്ത് അല്ല പ്രൈസ് ദ ലോർഡ്. എന്നാ പൂലൊക്കെയാണോ സെബാൻ ഇവിടെ വന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നിനക്ക് ഓർമ്മയില്ലേ? എന്നാ ദൈവം ഇല്ലെന്ന് പറഞ്ഞ പുത്തപ്പള്ളിയിലെ കുരിശെല്ലാം കൂടെ ചെറുക്കൻ വലിച്ചു പറിച്ച് കളഞ്ഞത്. എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ തല്ലാരും ഓടിച്ചപ്പോ ആ കോശി അവനെ എങ്ങാണ്ടും ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് നാട്ടുകാരുടെ സമ്മാനം കളയാനായിട്ട്. എന്റെ മനസ്സമാനം പോയെന്ന് പറഞ്ഞാ മതി. സ്വന്തം പെങ്ങളുടെ കാര്യം വന്നപ്പോൾ ഇപ്പം പേടിയൊക്കെ ഉണ്ട് അല്ലേ? എന്നെ പൊക്കിക്കൊണ്ട് വരുമ്പോ എന്റെ അപ്പന്റെയും അമ്മയുടെയും ടെൻഷനെ കുറിച്ചൊന്നും ആലോചിച്ചില്ലല്ലോ. എടി, ഞാൻ നിന്നെ പൊക്കിക്കൊണ്ട് വന്നെന്ന് കരുതി നിന്റെ പുത്ര ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ച് കയറ്റിക്കൊണ്ടു വന്നാ നീ സമ്മതിക്കൂ? എന്നാ അവനെ സ്വഭാവം അറിയും. ഇച്ചായ അവള് വല്ല വിശേഷവും പറഞ്ഞതാവും. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മനസ്സിലാക്കിയ നിനക്കും നിന്റെ നാത്തൂനും കൊള്ളാം കേട്ടോ. Everybody, സ്തുതി സ്തുതി എൻ മനമേ. ഹല്ലേലൂയ. സ്തുതികളിയുന്നതനേ. നാദനാദോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. ഒരു 2-3 തവണ ഈ പ്രാർത്ഥനയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ അടുത്ത പ്രാർത്ഥന എവിടെ നിച്ചാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ ചേച്ചി? പിന്നെ അല്ലാതെ പറഞ്ഞാൽ തലേ കയറണ്ടേ? ഇപ്പൊ ഇത് തന്നെ എങ്ങനെയാ പിടിച്ചു വലിച്ചോണ്ട് വന്നത് എനിക്കേ അറിയത്തുള്ളൂ. സ്തുതി സ്തുതി എൻ മനമേ. സ്തുതികളിയുന്നതനേ. സാറ് ഡ്യൂട്ടിക്ക് പോകാറുണ്ടല്ലേ? പോകാറുണ്ട് ഗുരുക്കളെ. കൈ ശരിയാന്ന് വെച്ച് കുറച്ച് ദിവസത്തേക്ക് ആരെ ഇടിക്കാനും തൊഴിക്കാനും ഒന്നും പോകണ്ട. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ആരെ ഇടിക്കാനാ ഗുരുക്കളെ? അയ്യോ, വളരെ ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്. കബഡി ഗ്രൗണ്ടിൽ ഇത്രയും വലിയ അടി നടന്നിട്ട് സാറിന്റെ എല്ല് മാത്രമല്ലേ പൊട്ടിയുള്ളൂ? ഓരോ ലോഡും തടയും ഞങ്ങൾ, ഓരോ ലോഡും തടയും ഞങ്ങൾ, ചീരിപ്പാച്ചിൽ തടയും ഞങ്ങൾ, ഓരോ ലോഡും തടയും ഞങ്ങൾ, ഓരോ ലോഡും തടയും ഞങ്ങൾ. ശാന്തന്റെ അളിയനാണോ? അത് വലിയ കഥയാന്നേ. ഈ ടിപ്പറിന്റെ ചീർപ്പാച്ചൽ കാരണേ ശാന്തൻ വീടിന്റെ മുന്നിൽ ഒരു വലിയ ഹമ്പ് പണിതായിരുന്നു. അന്ന് മുതൽ ശാന്തന്റെ വീടെത്തുമ്പോ ടിപ്പർ സ്ലോ ആകാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസം ശാന്തൻ നോക്കുമ്പോ എന്നാ ലോറിയുടെ ഫ്രണ്ട് സീറ്റ് ശാന്തന്റെ പെങ്ങള്. നാട് കുട്ടിച്ചറക്കുമല്ലോ. എന്തായാലും ഒരു അടിക്കുള്ള വകുപ്പായി. ടാമിയും ടീമും കൂടി എത്തിയിട്ടുണ്ടല്ലോ. അളിയന്മാര് തമ്മിലുള്ള പ്രശ്നം പൊതുജനങ്ങൾക്ക് ശല്യം ഞങ്ങൾ അങ്ങനല്ലേ പറയത്തുള്ളൂ. നിങ്ങൾ കോറി മുതലുള്ള ആളല്ലേ? നിങ്ങൾ പറഞ്ഞിരുന്നപ്പോഴാണ് കോറിക്ക് അനുമതി കൊടുത്തത്. ഞങ്ങൾ അനുമതി കൊടുത്തെങ്കിലേ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പറഞ്ഞു വന്നപ്പോഴേ അത് എന്താ പ്രശ്നം? സാറേ, ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തില്ലേ? എന്തായാലും തെറ്റുണ്ടോ? പോലീസുകാരെ സാർ പറയട്ടെ. സാറേ പറയത്തില്ലേ? എന്നാ പട്ടാളക്കാരെ സാമൂല് പറയട്ടെ. ആരനുമതി കൊടുത്താലും നശിക്കുന്നത് നമ്മുടെ നാടാന്ന് മറക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാമൂലെ. ഈ മണ്ടം പാർത്ത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല.
അവനെ ശാന്തന് പേരിട്ടു. എന്നാ അടിയായിരുന്നല്ലോ, കണ്ണു പോലും കാണാൻ പുഷ്പേട്ട നമ്മുടെ പൂവൻകോഴിക്കനെ കുത്തനെ. ഉറപ്പായിട്ടും. പക്ഷെ ഇലക്ഷൻ കഴിയുമ്പോൾ ശാന്തൻ എന്റെ ഒരു പോളിസി എടുക്കും. അതിനെന്താ എത്ര പോളിസി എടുക്കാം? പിന്നെ ആത്മഹത്യ ചെയ്ത കാശ് കിട്ടുന്ന വല്ല പോളിസി ഉണ്ടെങ്കിൽ ആ വാഴക്കരെ കൊണ്ടൊന്ന് എടുപ്പിക്കണം. അവന്റെ കുടുംബത്തിന് സഹായമാവല്ലോ. ശാന്തന്റെ ശാന്തമായ സ്വഭാവം. അപ്പയും കൂട്ടുകാരും കൂടി ടെന്റിലിരിക്കുമ്പോഴാ ഈ സംഭവം. കാട്ടുനായ്ക്കൾ ഓരിയിരുന്ന ശബ്ദമൊക്കെ കേൾക്കാം. ഓ, പട്ടികൾ മാത്രമേ ഉള്ളൂ, കടുവയും പുലിയൊന്നുമില്ലേ? അമ്മയൊന്നും ഉണ്ടായിരുന്നേ. അപ്പ അപ്പഴേ തോക്കുണ്ടായിരുന്നില്ലേ? എടാ, എന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. പക്ഷെ അവന്മാരവിടെ മൈനുകൾ കുഴിച്ചിട്ടുണ്ട്. അപ്പ ഈ മൈനുകൾ എന്ന് വെച്ചാ എന്താ? എടാ, ഇത് ഈ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരു തരം ബോംബാണ്. ബോംബൊക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പൊട്ടിക്കാം. രണ്ടാളും വന്നേ, ഇതിപ്പോഴൊന്നും പൊട്ടിത്തീരില്ല. ബാ, ബാക്കി ഞാൻ കിടക്കുമ്പോ പറഞ്ഞുതരാം. ഷോട്ടാക്കി പറഞ്ഞുതരാപ്പാ. നീ നടക്ക്, ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം കേട്ടോ. നടക്കട അങ്ങോട്ട്. അവൻ ഉറങ്ങിയോ? അതെ, വലിയ ചെറുക്കനായി. അവന് കൂടെ കളിക്കാൻ ഒരാളും കൂടെ വേണമെന്ന് താല്പര്യമുണ്ട് കേട്ടോ. അവൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ? എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. താല്പര്യം എനിക്കാണെങ്കിലോ? അപ്പൊ ഒരാൾ കൂടി വേണം അല്ലേ? അതിനിങ്ങനെ കട്ടിലിരുന്നാ മാത്രം മതിയോ? ഇവൻ നാട്ടുകാർക്ക് സ്വയം തരില്ലാന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണോ? നാളെ ഞാൻ ആ കോശായനൊന്ന് കാണട്ടെ. മനസമാധാനം താടാ. ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞോളെ. സാത്താനെ, എന്റെ ഭവനത്തിൽ നിന്ന് കടന്നു പോ. വിളി മോളെ. കാര്യം ഞാനൊരു പട്ടാളക്കാരനാണ്. എന്റെ മുമ്പിൽ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ഈ നാറ് എങ്ങാനും അവൾ അടിച്ചുകൊണ്ട് പോയാല് പിന്നെ ഞാൻ ജീവിച്ചിട്ടുണ്ട് കാര്യമില്ല. ഇച്ചായം പേടിക്കണ്ട, എനിക്ക് അവളെ അറിയാം. അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇച്ചായ, അന്ന ചേച്ചി, ഇച്ചായ. എന്നാടി എന്നാടി? ഇച്ചായ, ചാച്ചിന് തേരെ സുഖമല്ലോ, വേഗം വരുമോ? എന്തേ കാണിക്കണേ? പ്രാർത്ഥനയിലൊന്നും കണ്ടില്ലേ? കോശിച്ചാന്റെ ദൈവകൃപ കൊണ്ട് എല്ലാം സൗഖ്യം പ്രാപിക്കും. പഠിക്കോ? എന്നുമെന്നും സ്തോത്രം, എന്നുമെന്നും സ്തോത്രം, എന്നുമെന്നും സ്തോത്രം, എന്നുമെന്നേക്കും യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, സ്തോത്രം എന്നുമെന്നേക്കും. അത് നിങ്ങൾ പഠിക്കോ? ദൈവത്തിനു സ്തോത്രം, ദൈവത്തിന് എന്താ മതി മതി മതി. ഇപ്പൊ നമുക്ക് തൽക്കാലം കൊച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ. കോച്ചായ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പിടിച്ച് അയ്യോ. 6 അരമണിക്കൂർ കഴിഞ്ഞ് BP ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൈ BP ആയിരുന്നു, ഇപ്പൊ കൊണ്ടുവന്നത് നന്നായി. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.
അന്തിക്രിസ്തു നിൽക്കുന്നു, അന്തിക്രിസ്തു. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ പൂവൻകോഴി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ഒറ്റ വോട്ടർമാരെ പോലും വിടുന്ന പ്രശ്നമില്ല. വോട്ടെണ്ണി കഴിയുമ്പോഴേ എന്തായാലും ഈ പഞ്ചായത്തിൽ പൂവൻ കഴിവ് പോകുമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ പോസ്റ്ററേക്കാൾ കൂടുതൽ അവന്റെ പോസ്റ്ററെ ഒട്ടിച്ചു വെച്ചേക്കും. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണേ. അത് പോട്ടെ. പിന്നെ ഇലക്ഷൻ മുമ്പ് ബഷീർ നാട്ടിൽ വരുന്ന ഉറപ്പല്ലേ? അങ്ങനെയാണ് അവൻ പറഞ്ഞത്. എന്നാലേ ഒരു 6 നാരങ്ങ സോഡ. നമസ്തേ മാഷേ. നമസ്കാരം. ആ ബൈറ്റിയെ തുടങ്ങാം. ഒരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയുമായി നമുക്കെപ്പോഴും സമ്പർക്കമുണ്ടാവണം. ഉണ്ട്, സമ്പർക്കമുണ്ട്. 1-2 ഹിന്ദി പണിക്കാരോടെ അത്യാവശ്യം സമ്പർക്കമുണ്ട്. ആ സമ്പർക്കം അത്ര ശരിയാവാത്തതുകൊണ്ടാണ് ഹിന്ദി തന്നെ പഠിക്കാൻ വന്നേ. ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് ഹിന്ദി. ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അക്ഷരമാല മുതൽ പഠിച്ചേ പറ്റൂ. ഒരു ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും ക്രമമായി അടുക്കിയ പട്ടികയാണ് അക്ഷരമാല. പൊതുവേ ഭാഷ ഉത്ഭവിച്ച് വളരെ കാലത്തിന് ശേഷമാണ് അക്ഷരമാല ക്രമീകരിക്കപ്പെടുക. ബിരിയാണി തിന്നുന്നതിന് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു തുടങ്ങണോ സാറേ? എന്റെ പണിക്കാരോട് അത്യാവശ്യം ഹിന്ദി പറയണം. അവർ പറയുന്ന തെറി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. അത്രയേ ഉള്ളൂ. ഇല്ലല്ല, എന്നാ വിഷയം? ഒളിച്ചു തുടങ്ങി. ഈ ബാങ്ക് ലോണിന്റെ വിഷയം എടുത്തിട്ടപ്പോഴേ അവന്റെ പത്തി താനെ ഓടി ഞങ്ങൾ താഴെ വീണു. എന്റെ സാറേ, നിങ്ങൾ ഈ കോൺട്രാക്ട് വർക്കൊക്കെ നിർത്തി ഈ രാഷ്ട്രീയത്തിലേക്കൊന്ന് ഇറങ്ങുന്നു. അമ്മാതിരി പണിയല്ലേ കിടന്ന് ഈ പണിയുന്നത്. അവന്റെ ഒരു സ്റ്റേ മേടിക്കൽ കണ്ണിലെ കരടിനെ നൈസായിട്ടല്ലേ എടുത്ത് കളഞ്ഞത്. കോൺട്രാക്ടേ, നമ്മളെ കാര്യമൊന്നും മറക്കല്ലേ. വേഗം പൊളിക്കടേ. ഗുണമുള്ള രീതിയിൽ നിന്നോട് വന്ന് പറഞ്ഞപ്പോ നീ കേട്ടില്ല. ഒരു വീടല്ലേ പോയുള്ളൂ. നാളെ മുതൽ പാറ പൊട്ടിക്കാനുള്ള ഒരു തൊഴിലവസരവും കൂടെ ആയല്ലോ. സ്വന്തം വീട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സുരേന്ദ്രന് ഇപ്പം ഇങ്ങനെ ഒരു വാശിയൊക്കെ തോന്നണത്. അല്ലാതെ ഇക്കാണുന്ന ക്വാറികളും വയലുനികത്തിലും എല്ലാം നമ്മുടെ പരിസ്ഥിതിക്ക് അങ്ങനെ ആഘാതം വരുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും അവർക്കെതിരെ പോരാടാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ, അത് തന്നെ സന്തോഷം. പക്ഷെ സൂക്ഷിക്കണം. പണവും അധികാരവും ഒത്തുചേർന്ന ഒരു വലിയ കോക്കസാണത്. ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം. ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കണം. അനധികൃതമായിട്ട് അനുമതി കിട്ടിയതാണെങ്കിൽ കൂടി അത് റദ്ദ് ചെയ്തെടുക്കുവാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരീരം കൊണ്ട് എനിക്ക് സുരേന്ദ്രനെ സഹായിക്കാൻ കഴിയില്ല, പക്ഷെ മറ്റു പല വിധത്തിലും കഴിയും. സമാന ചിന്താഗതിയുള്ള കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക.
ധൈര്യമായിട്ട് പോ. ഈ വെള്ളക്കാരൻ രാവിലെ മുക്കി പിടിച്ചിട്ട് പോകുന്നേ. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കൊട പോക്കണ്ടില്ലേ, ഇപ്പൊ മല മറിക്കും. ശാന്തനും കൂട്ടൊരു റോഡ് ബ്ലോക്ക് ആക്കണുണ്ടല്ലോ. ഇലക്ഷൻ അടുക്കുമ്പോഴുള്ള ഓരോ സർക്കസ് അല്ലേ, ഇതും കാണിക്കും അപ്പുറവും കാണിക്കും. ഇതിവിടെ ആവശ്യ അമ്മാതിരി പോക്കല്ലേ ഇവന്മാര് പോണതെന്ന്. അവന്മാരുടെ കണ്ണും തല്ലിയുള്ള നിപ്പ് കണ്ടോ? അവന്മാര് മരത്തിൽ കാണുമ്പോ നമ്മള് മാനത്ത് ഇവന്മാരെ കണ്ട് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായല്ലോ. മണ്ടന്മാര് റോഡിൽ വേരിയിട്ടിച്ചു. തങ്കപ്പെട്ടോ, എന്താ ശാന്ത ആ വെച്ചതേ വണ്ടിയുടെ സ്പീഡ് കുറക്കാനുള്ള വേറെ ഒരു ബോർഡല്ല. കൈക്കൂലി വാങ്ങി നാട് മുഴുവൻ കോറികൾക്ക് അനുമതി കൊടുത്തവർക്കുള്ള പ്രതീകാത്മകമായ ഒരു തടയാണ്. ഇറങ്ങിയാണോ? വണ്ടി എടുത്ത് മാറ്റോ. ഇങ്ങോട്ട് ഇറങ്ങണം. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങണ. എന്താ കാര്യം പറ. എന്താ എന്റെ പേര്? ഷാജു. ഷാജു വന്നേ. ഇതാ എന്റെ സ്ഥാനത്ത് എടുത്തു വെച്ചു. എടുത്തു വെച്ചോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കണ്ട, അവൻ ഒറ്റ നോക്കട്ടെ. പിന്നെ ഈ വളയം പിടിക്കാനുള്ള ലൈസൻസ് എന്ന് പറഞ്ഞാലേ ആളുകളുടെ നെഞ്ചത്തൂടെ വണ്ടി പിടിക്കാൻ ലൈസൻസ് അല്ല, മനസ്സിലായോ? ചെല്. അയ്യോ ചേച്ചി, എന്താടി ചേച്ചി ഇങ്ങ് വന്നേ. ആണോ? പോയി നോക്കാം. തല്ലിക്കൊന്നിട്ടായിരിക്കോ? എന്നാ അവിടെ കുന്നുംപുറത്തെ സുരേന്ദ്രൻ മുങ്ങി മരിച്ചു. ആത്മഹത്യ എന്നാ പറയുന്നത്. അമർത്തി ഒട്ടിക്കടാ. എടാ ഇനി ആ ബസ് സ്റ്റോപ്പിൽ പിന്നെ അതിന്റെ അപ്പുറം 10 ആള് കാണുന്ന സ്ഥലമാണ്. ഇവന്മാര് തുടങ്ങി. ഫോട്ടോ വെച്ച് വലിയ ബോർഡൊക്കെ ഉണ്ടല്ലോ വാഴക്കലെ. മീൻ പിടിക്കാമാര്. സഖാവേ, നമുക്കൊരു ശവം കിട്ടിയാ നന്നായിരുന്നു. ശവോ? നിന്നെ അങ്ങോട്ട് തള്ളിക്കൊള്ളട്ടാ, അപ്പൊ ഒരു ശവാവല്ലോ. അത് നേരാ. ഒരു രക്തസാക്ഷിയെ കിട്ടിയ സന്തോഷത്തിലാ ഒരു. അപ്പൊ ആത്മഹത്യാന്ന് ഉറപ്പിച്ചോ? പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടാ മരണം എന്ന് പറയുന്നുണ്ട്. മുക്കിക്കൊന്നാലും വെള്ളം കയറുമല്ലോ. ഈ ഫ്ലെക്സ് കണ്ടോ? ഈ നിപ്പ് കണ്ടാൽ തന്നെ 5-6 കള്ളോട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവാ. പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. നമ്മുടെ കോൺട്രാക്ടർ അല്ലേ? ശാന്തൻ വാ. എന്തായിരിക്കും കാര്യം? പോയി നോക്ക്. ശാന്തൻ കയറും. കേരള എതിർ പാർട്ടിയുടെ മെമ്പറായ ഞാൻ ശാന്തനെ രാഷ്ട്രീയം പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കണ്ട. ആവേശമൊക്കെ വേണം, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത്. ജയിച്ച് ഒരു സ്ഥാനത്തിരുന്ന് കഴിയുമ്പോൾ ചില നീക്കുപോക്കുകളൊക്കെ വേണ്ടി വരും.
പാർട്ടിയാണ്, ജനസേവനമാണ്, ഒക്കെ ശരിയാണ്. എങ്കിലും ഇലക്ഷൻ പ്രചരണത്തിന് ഫണ്ടിന്റെ പോരായ്മ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വെടിമരുന്നുമായിട്ടാണ് എൻ്റെ ഇടപാട്. ശാന്തൻ അറിയാലോ. സാമുലെ, നടക്കാൻ പാടില്ലാത്തതൊക്കെ ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ അനാസ്ഥ തന്നെയാണ്, അല്ലേ? ഞങ്ങളുടേത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയൊക്കെ തന്നെയാണ്, അല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. പാർട്ടി ചില ശക്തമായ പ്രതിഷേധ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാമുവലിന്റെ മകൻ മരിച്ച റോഡിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നവരെ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം. നിരാഹാരം ശാന്തം കിടക്കും. എന്താ കിടന്നാല് നിരാഹാര പന്തലില് സാമുവലിന്റെ ശക്തമായ സാന്നിധ്യം വേണം. ചാനലുകാരും പത്രക്കാരും ഒക്കെ വരുമ്പോ ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സ് തുറന്ന് പറഞ്ഞേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. അതെ, നാറിത്തരം പറയുന്ന നേരവും കാലം ഒക്കെ ഉണ്ട്. ഒന്ന് വിളിച്ചോണ്ട് പോടാ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഈ ചെറുതോണി പഞ്ചായത്തിന് മുന്നിൽ UDPയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സമരപ്പന്തൽ ഉയർത്തേണ്ടി വന്നതിന് കാരണം നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ഒരേ ഒരു സൈനികനായ ശ്രീ സാമുവലിന്റെ കുഞ്ഞുമകൻ അധികാരികളുടെ അനാസ്ഥ കാരണം അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയാണ്. 4 മാസം മുമ്പ് പണിത റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് അപകടകരമായ അവസ്ഥയിൽ തുടരുന്നു. റോഡ് നിർമ്മാണത്തിലെ അഴിമതി വീരന്മാരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അനിശ്ചിതകാല നിരാഹാര സമരം ഈ വാർഡിലെ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി O ശാന്തൻ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ ചരിത്ര സമരത്തിന്റെ സാരഥ്യം ഈ നിരാഹാര സമരം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും? അങ്ങനെ ദിവസക്കണക്കൊന്നുമില്ല. ഒന്നെങ്കിൽ കാര്യം തീരുമാനമാണോ, അല്ലെങ്കിൽ ആള് തട്ടിപ്പോണം. എഞ്ചിനീയർ ഇല്ലില്ല, അത് എന്താ? കാര്യമല്ല. എഞ്ചിനീയർ സാർ വെറുതെ ആളെ ബോധിപ്പിക്കുന്ന സമരമാണ്. ആ, ഞാൻ ഓഫീസിലുണ്ട്. ശരി സാർ. സാർ ആ സാർ, എൻ്റെ പേര് സാമുവൽ. ഇരിക്കെ. താങ്ക്സ്. കഴിഞ്ഞ ദിവസം കരിങ്കുന്ന റോഡിൽ സ്കൂട്ടർ മറിഞ്ഞൊരു ആക്സിഡന്റിൽ മരിച്ചത് എൻ്റെ മകനാണ്. ഓ, നിങ്ങളുടെ മകനായിരുന്നു അത്? സാർ, 4 മാസം മുമ്പ് ടാർ ചെയ്ത റോഡാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സാറാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. സി സാമുവൽ, നിങ്ങൾ പട്ടാളത്തിലായതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിവില്ല. സാർ, പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിൽ തന്നെയാണല്ലോ. ശരിയാ സാമുവൽ, ഇവിടെ റോഡ് നിർമ്മിക്കാനും ടാർ ചെയ്യാനും കോൺട്രാക്ട് കൊടുക്കാനും അത് പിന്നെ ഒരാൾ ഏറ്റെടുത്ത് നടത്താനും ഒക്കെ അതിന് അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്. സാർ, നിങ്ങളുടെ രീതി എന്താണോ അങ്ങനെ തന്നെ ആ റോഡ് നന്നാക്കണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും വന്ന് ആ റോഡ് നന്നാക്കണം ഈ റോഡ് നന്നാക്കണം എന്ന് പറയുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. പിന്നെ ഞങ്ങൾ ആരുടെ അടുത്താണ് സാർ പോയി കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വല്ല പരാതിയോ പ്രതിഷേധമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികൾ നോക്കാം. പിന്നെ നിങ്ങൾക്കും കൂടി വേണ്ടിയാണല്ലോ അവിടെ സമരം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പോയിരിക്കാം. സാറുണ്ടാവുമെന്നുള്ളതാണ്. സാറിന് എവിടെ അളക്കാൻ സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, എന്റെ മരണം വരെയല്ലേ സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം. എന്നിട്ട് കണ്ണു കാണില്ലേ? പഴംപൊരിയല്ലേ പോണേ? ഹലോ, ഇല്ലില്ല, സാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ആ, 7:30 മണിക്ക് പനങ്ങാട് അഴിമതി രഹിത കേരളം സിംബോസിയം. അത് കഴിഞ്ഞ് നേരെ ആനക്കൈ ഒഴിച്ചിൽ കേന്ദ്രത്തിലേക്ക്.
ഇല്ലില്ല, കുറച്ച് ദിവസത്തേക്ക് ഔദ്യോഗിക പരിപാടികളൊന്നും ഏറ്റെടുത്തിട്ടില്ല. ശരി ശരി, ഞാൻ പറഞ്ഞേക്കാം. എത്രയോടെ അവള് പറയുന്നത്? ഒരു 17. ഉറപ്പിക്കാവോ? ആ, അത് മാക്സിമം എന്നാ പുള്ളിക്കാരൻ പറയുന്നത്. കുറച്ചും കൂടെ കുഴിച്ചു നോക്ക്. ആ, ഇല്ലെങ്കിൽ അതിൽ ഉറപ്പിച്ചോ. ആ നോക്കാം. പിന്നെ ഈ രജിസ്റ്റർ മാരേജിന്റെ പേപ്പറിലൊക്കെ വരുന്ന പോലെ പേരിനൊരു ടെൻഡർ മതി, മനസ്സിലായോ? ആ കുമാരനും ടീമും ഗ്രൂപ്പ് യോഗം കൂടി ഇന്നൊരു ന്യൂസ് ഉണ്ട്. എന്തായാലും നടക്കട്ടെ. ഒരു പരിധി വരെ നമുക്ക് ക്ഷമിച്ചു നോക്കാം. ഇല്ലെന്ന് വെച്ചാ പറിച്ചെടുത്ത് ദൂരകളെ. നമസ്കാരം നമസ്കാരം. തന്നോ? ഓ ശരിയാക്കി ശരിയാക്കി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. ആ മരിച്ച കുട്ടിയുടെ അപ്പൻ. ആ, മന്ത്രി ഇന്ന് നല്ല തിരക്കിലാ. പിന്നെ ഒരു ദിവസം വരും കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ, ഒരുപാട് ഡിലേ ആക്കണ്ട. ആ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തന്നോടല്ലടോ മലയാളത്തിൽ പറഞ്ഞത്. ആ ആ ശരി, ബൈ. ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് തീരാത്ത കടപ്പാടുണ്ട്. ഈ പ്രതിഷേധ പരിപാടിയുടെ വിജയത്തിനായി ഞങ്ങളുടെ പാർട്ടി ഏതറ്റം വരെ പോകുവാനും പ്രതിജ്ഞാബദ്ധരാണ്. നന്നായിട്ടുണ്ട്. ശരി, ഇത് ഇന്നേരം കാണിക്കലോ അല്ലേ? ഉച്ചക്കിട്ടല് കാശ് ചെയ്യും. പട്ടിണി കിടന്നാലെന്താ, നല്ല മൈലേജല്ലേ കിട്ടാൻ പോണത്. ഇന്ധനം അടിക്കാതെ മൈലേജ് കിട്ടിട്ട് എന്താ കാര്യം? സാറേ, ഞാനാണ് ജോസൂട്ടി. മറ്റേ റോഡിന്റെ കാര്യം കുറച്ച് കുഴപ്പത്തില. ഞങ്ങൾ ചെറിയൊരു മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഓഹോ, MLA ഫണ്ടായാലും പഞ്ചായത്ത് ഫണ്ടായാലും വേണ്ടപ്പെട്ടവരൊക്കെ ടച്ച് ചെയ്തിട്ടേ കാര്യം നടക്കത്തുള്ളൂ. ഈ ചീള് കേസ് ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിൽ താനൊക്കെ എന്തിനാണോ മെമ്പറാന്ന് പറഞ്ഞ് നടക്കുന്നത്? നിരാഹാരോ ഉപ്പ് സത്യാഗ്രഹോ എന്നാ മണ്ണാക്കട്ടയാണെങ്കിലും എല്ലാം താഴെ തട്ടിയും തീർത്തോണം. എന്നോടൊന്നും ചോദിച്ചു വരരുത്. വാ, കാര്യങ്ങളൊന്ന് വിളിച്ച് പറയാന്ന് വിചാരിച്ചപ്പോ അയാൾ ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോ അത്ര ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഓഫീസിൽ വന്ന് കയറി ഡയലോഗ് അടിച്ചപ്പോ തിരിച്ചു മറുപടി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. സംഗതി ശരിയാ. ആളൊരു പട്ടാളക്കാരനല്ലേ. അവിടെ എവിടെയെങ്കിലും കയറി ഇറങ്ങി എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചാ അതൊരു പണി. ശരിയാ. ഇത്തരത്തിലുള്ള എത്രയോ കേസുകൾ നമ്മൾ തീർത്തിട്ടില്ലേ? ലോകത്തിൽ ആരും അറിയാതെ വൃത്തിയായി വെടിപ്പായി. ഇതിപ്പോ ഒരു പട്ടാളക്കാരൻ, അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. അതെ, പന്തലിരുന്ന് സമരം ചെയ്യുന്നവരെയാ സൂക്ഷിക്കേണ്ടത്. എലക്ഷൻ അല്ലേ, അവരെന്തും കാട്ടിക്കൂട്ടും. അതിനിപ്പോ ഒരു പരിഹാരം ഉണ്ടാവും. അതൊക്കെ ഈ മെമ്പറുടെ ഓരോ പ്ലാനുകളല്ലേ. കുതികാലവെട്ടിന്റെ വിവിധ മേഖലകളിൽ ഡിഗ്രി എടുത്തിട്ടുള്ളവരാ. പലതരം കളികളും കളിക്കും അല്ലേടോ? ആ, അങ്ങനെ കളിച്ചല്ലേ കോടാലി ചിഹ്നത്തിൽ മറ്റവൻ സ്ഥാനാർത്ഥിയായത്. എല്ലാരും ഉണ്ടല്ലോ. ഇരിക്ക്. ശാന്തൻ ചാവാറായോടോ? ദാ, ഇത് തന്റെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ തമ്മിലുള്ള പാലത്തിന്റെ ബലം ഒന്ന് കൂടട്ടെ. നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം പെട്ടെന്ന് പിൻവലിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. അതിനാണല്ലോ ഇത്.